ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. പെറ്റൂണിയ ചെടികൾ നട്ടുകൊടുത്ത് സംരക്ഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് പറയാനുള്ളത്. ഇന്നലെ നല്ല രീതിയിൽ ഫ്രഷായിട്ട് നിന്നൊരു പെറ്റൂണിയ ഇന്ന് രാവിലെ അത് വാടി അതിൻ്റെ അവസ്ഥ വളരെയധികം ശോചനീയമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ഇത് ഞാനിപ്പോൾ രാവിലെ അത് കണ്ടപ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് മാറ്റുകയും അതിനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് ഇപ്പോൾ ഒന്ന് ജീവൻ വെപ്പിച്ച് കൊണ്ടുവന്നേക്കുവാണ്. ഇനി ഇത് വീണ്ടും നമ്മളൊന്ന് നട്ടു കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ആകാനുള്ളൊരു കാരണമാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും പെറ്റൂണിയ ഉള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. അത് നട്ടിരുന്ന പോട്ടി മിശ്രിതമാണ്. ഇതിനകത്ത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മണ്ണിരകൾ ഏറ്റവും വലിയൊരു ശത്രുവാണ് നമ്മുടെ പെറ്റൂണിയയ്ക്ക്. അത് മണ്ണിൽ നിന്നാണെങ്കിലും വെർമി കമ്പോസ്റ്റിൽ നിന്നാണെങ്കിലും ഒക്കെ അത് നല്ല രീതിയിൽ പെറ്റൂണിയനെ അഫക്റ്റ് ചെയ്ത് നല്ല പൂക്കളോട് കൂടി നിൽക്കുന്ന പെറ്റൂണിയകൾ പോലും ഒറ്റ നിമിഷം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. കാരണം അത്രയധികം നമുക്ക് നല്ല ഓമനിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിറ്റേ ദിവസം അത് വാടി നിൽക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും വാടിയ പെറ്റൂണിയയുടെ താഴ്വശത്ത് ക്രാക്ക് ഉണ്ടാക്കി പെറ്റൂണിയ നശിപ്പിക്കാനായിട്ട് മണ്ണിരകളാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് ആ പോട്ടി മിക്സ് മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ പോട്ടി മിക്സ് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തതാണ്. ഇതിനകത്തുനിന്ന് ഒരുപാട് മണ്ണിരകൾ എനിക്ക് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മണ്ണിരകൾ തന്നെയാണ് നമ്മുടെ പെറ്റൂണിയ ചെടികളുടെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം വേരുകളുടെ ഭാഗത്തിരുന്നത് ക്രാക്ക് വരുത്തി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പെറ്റൂണിയകൾ പതുക്കെ അതിൻ്റെ മേൽഭാഗത്തേക്ക് ചീയൽ വന്ന് പെറ്റൂണിയ നശിച്ചു പോകുന്നതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കില്ല. പിന്നെയുള്ളൊരു ഓപ്ഷൻ അതിൻ്റെ സ്റ്റെം കട്ടിങ് ചെയ്ത് പുതിയൊരു പ്ലാന്റുകൾ പിടിപ്പിക്കാം എന്നതാണ്. അത് കുറേ നാളുകൾ വേണം പിന്നെ നമ്മളതിൻ്റെ പൂക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ള വെയിറ്റിങ്ങിന്. അപ്പം തീർച്ചയായിട്ടും പെറ്റൂണിയകൾ വാടിയിട്ടുണ്ടെങ്കിൽ പോട്ടി മിക്സിൽ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഉണ്ടാവും. അത് മാറ്റിക്കൊടുത്ത് പെറ്റൂണിയ ചെടികളെ നിങ്ങൾ സംരക്ഷിച്ചെടുക്കുക. അപ്പം അതെല്ലാവരും ഒന്ന് മനസ്സിൽ ഒന്ന് വെച്ചോളൂ. പെറ്റൂണിയ ചെടികൾ നിന്ന നിപ്പിൽ വാടി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പെറ്റൂണിയ ചെടികളെ വളർത്തിയെടുക്കുക. നല്ല പോട്ടി മിക്സ് ഉണ്ടാക്കി നിങ്ങൾ പെറ്റൂണിയ ചെടികൾക്ക് കൊടുക്കേണ്ടതാണ്.